തിരുവനന്തപുരത്ത് PMG ജംഗ്ഷൻ എന്ന തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് പ്രധാനപ്പെട്ട ജംഗ്ഷനിലാണ് തീപിടുത്തമുണ്ടാക്കിയത്. പ്രസാദ് ഇവിടെ തത്സമയം അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രസാദ്, നമുക്ക് കാണാൻ കഴിയുന്നത് അകത്തിപ്പോഴും തീ ആളിപ്പടരുന്നതാണ്. ഫയർഫോഴ്സ് സംഘം തീ അണയ്ക്കാൻ ശ്രമം നടത്തുന്നു. അതെ വിനീത, ഇവിടെയാണ് ഇപ്പോഴുള്ളത്. തീപിടുത്തം ഇപ്പോഴും തുടരുകയാണ്. 5 യൂണിറ്റ് യൂണിറ്റ് ഫയർഫോഴ്സ് തീ കെടുത്താനുള്ള വലിയ ശ്രമം നടത്തണമെങ്കിൽ പോലും തീ ഇതുവരെയും പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി പോലീസ് സ്തംഭിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധി ഫയർഫോഴ്സ് വാഹനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത്. തീ പൂർണ്ണമായി കെടുത്താനുള്ള വലിയ ശ്രമമാണ് ഇവർ നടത്തുന്നത്. ഇപ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ 6 യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കൂടുതൽ വാഹനങ്ങൾ ഇവിടെ എത്തിച്ചു കൊണ്ടുവന്ന് ഈ തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഇപ്പോൾ നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, 6 യൂണിറ്റ് നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് സേനാംഗങ്ങളുടെ വലിയ ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. ഈ അകത്തുള്ള തീയാണ് ഇനിയിപ്പോൾ നിയന്ത്രണ വിധേയമായേണ്ടത്. പ്രസാദ്, വിവരങ്ങൾ ശേഖരിക്കൂ. 6 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം ഇപ്പോഴും സ്ഥലത്ത് തീ അണയ്ക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം തീ ആളിപ്പടരുന്നത്, നമുക്ക് ആ ഷോറൂമിനകത്തു നിന്ന് തീ ആളിപ്പടരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും വാഹന ഷോറൂമാണ് എന്നതുകൊണ്ട് തന്നെ നിരവധി സ്കൂട്ടറുകൾ, ഇരുചക്ര വാഹന ഷോറൂമാണ്, നിരവധി സ്കൂട്ടറുകൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടാകണം സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെ തീ ആളിപ്പടരാൻ സാധ്യത വളരെ കൂടുതലുമാണ്. പക്ഷേ അതൊരു വിശാലമായ ഷോറൂം ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്തേക്ക് തീ പടരാനുള്ള സാധ്യതയൊക്കെ ഇതിപ്പോഴത്തെ വൻ പുകയൊക്കെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ്. അടുത്ത് മറ്റ് സ്ഥാപനങ്ങളുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ ഒരു സ്ഥിതി? വിനീത, ഇതിലിപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഏതാണ്ട് നിയന്ത്രണ വിധേയമാണ്. ഇതിലൊരു പ്രശ്നം, ഇതിൽ നിറയെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. വാഹനങ്ങൾ പൂർണ്ണമായി പുറത്തേക്ക് മാറ്റി. ആ വാഹനത്തിൻ്റെ പാർട്സുകളൊക്കെ കാണാം. ഇതിലുള്ള പ്രശ്നം ഇത്ര സമയം കത്താനുള്ള കാരണം വണ്ടിയുടെ ഓയിൽ ഇതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓയിലാണ് ഒരു വലിയ തടസ്സമായത്. അതാണ് ഇത്ര സമയവും നിന്ന് കത്തിയത്. നിയന്ത്രണ വിധേയമാക്കി ഏതാണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വലിയ രീതിയിൽ പുക വരുന്നത് നമുക്ക് കാണാം. ഈ ഓയിലാണ് ആ വലിയ തോതിലേക്ക് വെല്ലുവിളിയായത് ഫയർഫോഴ്സ് സേനാംഗങ്ങൾക്ക്. പക്ഷേ കൂടുതൽ യൂണിറ്റ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 6 യൂണിറ്റിലധികം ഫയർഫോഴ്സ് നിലവിൽ ആയിട്ടുണ്ട്. രാവിലെ 4 മണിക്കാണ് ഇവിടെ തീപിടുത്തമുണ്ടായത്. ഈ ഷോറൂമിൽ നിരവധി ഇരുചക്ര വാഹനങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല വാഹനങ്ങളുടെ പാർട്സുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എൻജിൻ ഓയിൽ ഉൾപ്പെടെയുള്ളവ ഈ മുറിയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ തീ നിയന്ത്രണ വിധേയമാകാൻ ഇത്രയേറെ സമയമെടുത്തത്. ഇത് മറ്റൊരു അപകട സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് വലിയ ആശ്വാസം വിനീത. ഇതിൻ്റെ അടുത്തേക്ക് തീ പടരാനോ ഒന്നുമുള്ള സാഹചര്യമില്ല. ഇതൊരു ഒറ്റപ്പെട്ട കെട്ടിടമാണ്. PMGയിൽ നിന്ന് താഴേക്കിറങ്ങുന്ന വഴി, അതായത് പട്ടം ഭാഗത്ത് നിന്ന് വരുമ്പോൾ വൺ വേ റൂട്ടിലാണ് ഈ സംഭവമുള്ളത്. ഈ റോഡിലാണ് ഇപ്പോൾ ഈ TVSൻ്റെ ഈ ഷോറൂം പ്രവർത്തിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കാണാം, വലിയ ശ്രമമാണ്. എല്ലാ ഭാഗത്തും പൂർണ്ണമായി കെട്ടുമെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഇങ്ങനെയൊരു തീപിടുത്തം പുറം ലോകം അറിയുന്നത്. അകത്തുള്ള വാഹനങ്ങളും മാറ്റാൻ പറ്റുന്നതെല്ലാം പരമാവധി ആദ്യം എത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. അതിന് ശേഷമാണ് മറ്റ് ഭാഗങ്ങളിലേക്ക് ഈ തീ പിടിച്ചു തുടങ്ങിയത് എന്നുള്ളതാണ്. അതായത് ഓയിൽ ധാരാളം ഉണ്ടായിരുന്നു, വാഹനങ്ങളുടെ പാർട്സ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി തീപിടിക്കുകയായിരുന്നു. വാഹനങ്ങൾ മാത്രമുള്ള ഷോറൂമല്ല ഇത് എന്നുള്ളതും പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. എന്തായാലും നഗരമധ്യത്തിലാണ് ഈ തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. അതായത് തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് കൂടുതൽ യൂണിറ്റുകൾ ഇവരിവിടെ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ തീപിടുത്തം ഇത്ര വേഗം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. അതായത് എൻജിൻ ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ തീ എളുപ്പം നിയന്ത്രണ വിധേയമാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് വലിയ ആശങ്ക ഉണ്ടായിരുന്നത്.
അത് എത്രത്തോളം എത്ര അളവിൽ ഉണ്ടായിരുന്നു എന്ന കാര്യമൊന്നും ഇവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അതൊരു ആശങ്കയുണ്ടായിരുന്നു, കൂടുതൽ തീ പടരുമോ എന്നത് സംബന്ധിച്ച്. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. കെട്ടിടത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ തീ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. അവർ എല്ലാ സ്ഥലങ്ങളിലേക്കും അകത്തേക്ക് പോയുള്ള ഒരു പരിശോധന നടത്തി ഇപ്പോൾ മടങ്ങി വന്നിട്ടുണ്ട്. ആ തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമായി എന്നാണ് മനസ്സിലാക്കുന്നത്. സാറേ, തീ ഏതാണ്ട് ആയോ, കൺട്രോൾ ആയോ? ആയില്ല, തീ അതിലായില്ല. പിന്നെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലത് പിന്നെ ഏകദേശം ആയിട്ടുണ്ട്. പക്ഷെ മുകളിൽ നമുക്ക് അക്സസ് കിട്ടുന്നില്ല. ഇല്ല, മുകളിൽ അക്സസ് കിട്ടിയാൽ മുകളിൽ ഇപ്പോൾ തീ ഉണ്ടോ? തീ ഉണ്ട്, തീ ഉണ്ട്. നമുക്ക് ഒരു ഓയിൽ ഉണ്ട് തോന്നല്ലേ? അതെ, എന്തായാലും സ്പെയർ പാർട്സ് എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഷോറൂമാണ്? അതെ. അപ്പം അതെ, അതുകൊണ്ട് ബ്ലാസ്റ്റ് 6 യൂണിറ്റ് എത്തിയല്ലേ? എന്താണ് കൂടുതൽ യൂണിറ്റ് വരാൻ പറഞ്ഞിട്ടുണ്ട്? ഉണ്ട് എത്തി. ഇപ്പോഴത്തെ കാലത്ത് തന്നെ ഏകദേശം ട്രിവാൻഡ്രത്തിൽ നിന്നുള്ള ഒരു പകുതിയോളം യൂണിറ്റുകൾ ഉണ്ട് ഇവിടെ തന്നെ. ട്രിവാൻഡ്രം, ചാക്ക, നെയ്യാറ്റിൻകര, വിഴിഞ്ഞം, ടെക്നോ പാർക്ക് തന്നെയെല്ലാം ഉണ്ട്. അപ്പം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അടുത്തേക്ക് എത്തിക്കണം. നമ്മൾ പുറമേ നിന്ന് കാണുന്ന കൂടാതെ സാറേ, അകത്ത് അമർന്ന് കത്തുന്നുണ്ടോ? നല്ല കത്തുന്ന പിന്നെ നമ്മൾ നോക്കുമ്പോൾ നല്ല പണിപ്പണി അകത്തുണ്ടല്ലേ? ഹീറ്റർ ഇപ്പോഴും ഫയർ ഉണ്ട്. ഉണ്ട്. ഇതാ നമ്മൾ പറഞ്ഞതിൽ ഒരു വ്യത്യാസമുണ്ട്. പുറത്തുനിന്ന് കാണുന്നതല്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അതായത് അകത്ത് നിന്ന് ഇപ്പോഴും തീ കത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ പറഞ്ഞത്. നമ്മൾക്ക് കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതി ഇപ്പോൾ ഫോം അടിക്കുകയാണ്. ഇതിൻ്റെ മുകൾ നിലയിലേക്ക് തീ പടർന്നിട്ടുണ്ട് എന്നതാണ്. മുകൾ നിലയിൽ ആ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. തീ ഇപ്പോഴും മുകൾ നിലയിൽ കത്തുന്നുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ യൂണിറ്റ് ഇനിയും എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ സ്പെയർ പാർട്സ് കൂടുതലുണ്ട്. ആ സ്പെയർ പാർട്സ് എടുത്ത് മാറ്റുന്ന ദൃശ്യങ്ങൾ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് കൂടി അവിടെയുണ്ട്. ആ ക്യാമറയിൽ കാണാം, രണ്ടാമത്തെ ക്യാമറയിൽ കൂടി കാണാം. ഇതിനകത്തുള്ള പരമാവധി സാധനങ്ങൾ പുറത്തേക്ക് മാറ്റാൻ പറ്റുന്നത്. മറ്റൊരു ക്യാമറയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെയുള്ള തീ പൂർണ്ണമായി അണയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഫോം ഉപയോഗിച്ച് അണയ്ക്കാൻ ശ്രമിക്കുന്നത്. മുകൾ നിലയിലേക്ക് തീ ഉണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഫയർഫോഴ്സ് അംഗങ്ങളുള്ളത്. ഇവിടെ പൂർണ്ണമായി അണച്ചതിന് ശേഷം മുകളിലേക്ക് തീ അടയ്ക്കുന്നത് തുടരാമെന്നതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെയുള്ള സാധനങ്ങൾ അപ്പാടി എടുത്തു മാറ്റുകയാണ്. കാരണം ഇതിനകത്ത് എൻജിൻ ഓയിൽ ഉൾപ്പെടെ പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുണ്ട്.